ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വാട്ട് ഈസ് സീസൺ 2ൻ്റെ എപ്പിസോഡ് 3നെ പറ്റിയിട്ട് തന്നെയാണ്. അഥവാ ആ ഒരു സീരീസിൻ്റെ അഥവാ ആ ഒരു എപ്പിസോഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ അഥവാ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇഫ് ഹാപ്പി ഹോഗൻ സേവ്ഡ് ക്രിസ്മസ് എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എപ്പിസോഡ് 3യുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ടവർ ആണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ജാർവിസിനെ ആണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ടേക്കാണ്, കാരണം കുറച്ച് സർവീസുകൾ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ. അതേസമയം ബാക്കിയുള്ള അവഞ്ചേഴ്സ് ആണെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലായിട്ട് തിരക്കിലായി പോയിട്ട് ഉണ്ട്. അപ്പോൾ അവഞ്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ഇൻചാർജ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ഹാപ്പി ഹോഗനാണ്. അതുപോലെ തന്നെ നമ്മുടെ മറിയ ഹില്ലും ഹാപ്പി ഹോഗൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡാർസി എന്ന് പറയുന്ന ക്യാരക്ടറിനാണെങ്കിൽ ഇപ്പം നമ്മുടെ ഹാപ്പി ഹോഗനാണെങ്കിൽ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ടുള്ള ജോലി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാർസി എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിൽ ആ അവഞ്ചേഴ്സ് ടവറിൽ നിന്ന് പുറത്ത് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഹാമർ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു അവഞ്ചേഴ്സ് ടവറിലേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹാമർ എന്ന് പറയുന്ന ആളാണെങ്കിൽ നമുക്ക് അയൺ മാൻ 2 മൂവിയുടെ എൻഡിങ്ങിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻഡിങ്ങിൽ നമ്മൾ ടോണി സ്റ്റാർക്ക് ആണെങ്കിൽ ആ ഒരാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു യൂണിവേഴ്സിൻ്റെ അകത്താണെങ്കിൽ ആ പോലീസിൻ്റെ ആ ഒരു പ്രോബ്ലമൊക്കെ കഴിഞ്ഞിട്ട് റിവെഞ്ചിന് വേണ്ടി തിരിച്ചു വന്നേക്കുന്ന ജസ്റ്റി ഹാമറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ ഒരു പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ജസ്റ്റി ഹാമറിൻ്റെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആ ഒരു ആൾക്കാരെ മൊത്തത്തിൽ തന്നെ ഹൈജാക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജാർവിസ് ഷട്ട് ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ജസ്റ്റി ഹാമറിൻ്റെ കയ്യിലുള്ള ഒരു വൈറസ് ഉപയോഗിച്ചിട്ട് അഥവാ ആ ഒരു സെക്യൂരിറ്റി അഥവാ ആ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ആ ഒരു റോബോട്ടുകളെ മൊത്തത്തിൽ ആക്സസ് ചെയ്ത് പുള്ളിക്കാരുടെ വശത്തേക്ക് ആക്കുകയാണ്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ജസ്റ്റി ഹാമറിൻ്റെ യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൾക്കിൻ്റെ ബ്ലഡ് എടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഹാപ്പി ഹോഗൻ ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. അതിനുശേഷം നമ്മുടെ ഹാപ്പി ഹോഗൻ ആണെങ്കിൽ ആ ഒരു വെൻറ്റിൻ്റെ ഉപയോഗത്താലാണെങ്കിൽ ആ ഒരു ഹൾക്കിൻ്റെ ബ്ലഡ് ഇരിക്കുന്ന ആ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ മറിയ ഹില്ലിനെ ഈ ഒരു കാര്യം വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം ജസ്റ്റി ഹാമർ ആണെങ്കിൽ ഒരു റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇച്ചിരി കള്ള് കുടിക്കാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ മറിയ ഹില്ല് വരികയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറിയ ഹില്ല് ഓൾറെഡി ആ റൂമിലുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ അവിടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അൾട്രോണിൻ്റെ ആ സെൻട്രീസ് വന്നതിന് ശേഷം ആ ഒരു മറിയ ഹില്ലിനെ അവിടെ ഡിഫീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജസ്റ്റി ഹാമറിന് മറിയ ഹില്ലിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചു. മറുവശത്ത് നമുക്ക് ഹാപ്പി ഹോഗനെയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഹാപ്പി ആണെങ്കിൽ ആ ഒരു ഹൾക്കിൻ്റെ ബ്ലഡ് ആണെങ്കിൽ സൂക്ഷിച്ച് ആ ഒരു ഡിവൈസിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹാപ്പിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ബ്ലഡ് ആണെങ്കിൽ തെന്നിപ്പോയതിന് ശേഷം അതാണെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ ഈ ഒരു ഹാപ്പിയുടെ ശരീരത്ത് വന്ന് ഇഞ്ചെക്റ്റ് ആവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹാപ്പി ആണെങ്കിൽ ഒരു പർപ്പിൾ കളറിലായിട്ടുള്ള ഒരു ഹൾക്കിൻ്റെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. അപ്പോൾ അവിടെ മൊത്തം ശരീരവും ആ ഒരു ഹൾക്കിൻ്റെ അത്രയും വലുതായിട്ടില്ല. ഫസ്റ്റ് ആ ഒരു ഇഞ്ചെക്റ്റ് ചെയ്ത ആ ഒരു ലെഗിൻ്റെ അവിടെ മാത്രമാണ് ഹൾക്കിൻ്റെ കണക്ക് ആ ഒരു പർപ്പിൾ കളറായി പെട്ടെന്ന് അത്രയും വലുതായി മാറിയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഹാപ്പി ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ അവഞ്ചേഴ്സിനെയും ഫോൺ വിളിച്ച് സഹായം തേടുകയാണ്. പക്ഷേ അതേസമയം ആ ഒരു അവഞ്ചേഴ്സ് ബാക്കിയുള്ള അവഞ്ചേഴ്സ് എല്ലാവരും തന്നെ മറ്റു പല കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു അവഞ്ചേഴ്സിൻ്റെ ടവർ രക്ഷിക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളത് നമ്മുടെ ഹാപ്പി ഹോഗൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹാപ്പിയുടെ ഒരു കൈ ആണെങ്കിൽ വലുതായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കൈ ഇരുന്ന് ആ ഒരു ഫോണും ആണെങ്കിൽ ഹാപ്പിയുടെ കൈ വെച്ച് പൊട്ടി പോവുകയാണ്. അതിനുശേഷമാണ് ആ ഒരു വാക്കി ടാക്കിക്കകത്ത് നമ്മുടെ ഡാർസി ആണെങ്കിൽ നമ്മുടെ ഈ ഹാപ്പി എടുത്ത് പറയുന്നത് ഞാൻ സാധനം വാങ്ങിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതേസമയം നമ്മുടെ ഹാപ്പി പറയുകയാണ് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ടവർ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നീ ബേസ്മെൻറ്റിൽ പോയിട്ട് നമ്മുടെ ജാർവിസിനെ എങ്ങനെയെങ്കിലും ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഡാർസി എടുത്ത് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്കാണെങ്കിൽ നമ്മുടെ ഈ ജസ്റ്റി ഹാമറിൻ്റെ ആൾക്കാർ വരികയാണ്. അപ്പോൾ ആ ഒരു ആൾക്കാരിൽ നിന്ന് എങ്ങനെയാണ്ടൊക്കെ നമ്മുടെ ഹാപ്പി ഹോഗനാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ ഹാപ്പി ആണെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിനുശേഷം ഒരു ബെഞ്ചാണെങ്കിൽ ഇതേപോലെ ഒരു ഈ ബുള്ളറ്റൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഷീൽഡായിട്ട് വെക്കുക. അതിനുശേഷം ആ ഒരു ഗ്ലാസ് പൊട്ടിച്ച് 2ാമത്തെ ഫ്ലോറിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ ഹാപ്പി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫുള്ളായിട്ട് തന്നെ ഒരു പർപ്പിൾ ഹൾക്കായി മാറിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഹാപ്പി ആണെങ്കിൽ ഡാർസിനെ കോൺടാക്ട് ചെയ്തിട്ട് ബേസ്മെൻറ്റിൽ പോയി ജാർവിസിനെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുകയാണ്. അതേസമയം ഈ ഒരു കാര്യമാണെങ്കിൽ ആ ജസ്റ്റി ഹാമറിൻ്റെ ആൾക്കാർ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡാർസി ആണെങ്കിൽ അതിനുശേഷം ജാർവിസിന് പകരം വീനർ എന്ന് പറയുന്ന ഒരു AI നെയാണ് അവിടെ ചൂസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്.
അതേസമയം ജസ്റ്റി ഹാമറിൻ്റെ ആൾക്കാരവിടെ വന്നിട്ട് നമ്മുടെ ഡാർസിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാർസി അതുപോലെ തന്നെ നമ്മുടെ മറിയ ഹില്ലും ഇപ്പോൾ നമ്മുടെ ജസ്റ്റി ഹാമറിൻ്റെ കൈവശമാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഹാപ്പിയോടാണെങ്കിൽ നമ്മുടെ ഹാമർ പറയുകയാണ്, നീ അടങ്ങ് കീഴടങ്ങ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ടേക്ക് നമ്മുടെ ഹാപ്പി ഹോഗൻ വരികയും അപ്പോൾ അവിടെ നമ്മുടെ ജസ്റ്റി ഹാമർ ആണെങ്കിൽ ആ ഒരു അൾട്രോണിൻ്റെ സെൻട്രീസിനെയൊക്കെ വിടുകയാണ് നമ്മുടെ ആ ഒരു പർപ്പിൾ ഹൾക്കിനെതിരെ അഥവാ നമ്മുടെ ഹാപ്പി ഹോഗനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേസമയം നമ്മുടെ ജസ്റ്റി ഹാമർ ആണെങ്കിൽ ഓടി അയൺമാൻ്റെ ആ ഒരു സ്യൂട്ടൊക്കെ ഇരിക്കുന്ന മുറിയിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് നോക്കി പോയതാണ്. അതിനുശേഷം നമ്മുടെ ഹാപ്പി ആണെങ്കിൽ ആ അൾട്രോൺ ബോട്ട്സിനെ എല്ലാവരും ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം ഡാർസിനെ അതുപോലെ തന്നെ മറിയ ഹില്ലിനെയും കൂടെ ആ ഒരു ഹാൻഡ് കഫ് ഇട്ടേക്കുന്ന എല്ലാം ഊരി കളയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോഗൻ ആണെങ്കിൽ നമ്മുടെ ഹാമറിനെ തേടി പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഒത്തിരി അൾട്രോൺ ബോട്ട്സ് നമ്മുടെ ഹാപ്പിയെ തടയാനായിട്ട് വന്നിട്ടുണ്ട്. അതേസമയം ആ ഒരു പർപ്പിൾ ഹൾക്കായിട്ടുള്ള നമ്മുടെ ഹാപ്പി ആണെങ്കിൽ എല്ലാ അൾട്രോൺ ബോട്ട്സിനെയും അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഓടി അങ്ങ് പോകുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹാപ്പി അതിനുശേഷം നമ്മുടെ ഹാമറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ ഹാമർ ആണെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൾക്ക് ബസ്റ്ററിൻ്റെ സ്യൂട്ടിനെ സമൺ ചെയ്ത് വരുത്തുകയാണ്. മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മറിയ അതുപോലെ തന്നെ ഡാർസിയും കൂടെ ആണെങ്കിൽ ആ വെർണർ എന്ന് പറയുന്ന ആ ഒരു AI ആണെങ്കിൽ സക്സസ്ഫുള്ളി ആണെങ്കിൽ ആ ഒരു ആക്സസ് ഒക്കെ കൊടുക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം വെർണർ എന്ന് പറയുന്ന ആ ഒരു AI ആണെങ്കിൽ നമ്മുടെ മറിയ അതുപോലെ തന്നെ ഡാർസി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അനുസരിക്കുന്നില്ല. അപ്പോൾ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഹൾക്ക് അതുപോലെ തന്നെ ഹൾക്ക് ബസ്റ്ററും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. അപ്പോൾ അതാണെങ്കിൽ ഓരോ നിമിഷം കഴിയും തോറും നല്ല വലിയതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫൈറ്റ്. അതിനുശേഷം നമ്മുടെ ജസ്റ്റി ഹാമർ ആണെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോഗനെ അടിച്ച് ആകാശത്തേക്ക് പറത്തി വിടുകയാണ്. അതിനുശേഷം നമ്മുടെ ജസ്റ്റി ഹാമർ ആണെങ്കിൽ ഡാർസിയുടെ അതുപോലെ തന്നെ മറിയുടെ നേർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാപ്പി ഹോഗൻ അവിടേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഹാമറിനെ ആണെങ്കിൽ ചവിട്ടി കൂട്ടുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്യൂട്ടിൻ്റെ അഥവാ ആ ഒരു ഹാമറിൻ്റെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടിൻ്റെ ആണെങ്കിൽ ആ കൈ ഊരി കളയുകയാണ്. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ടവറിലേക്ക് എൻട്രി അടിക്കുകയാണ്. അപ്പോൾ അവരവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർപ്പിൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ വന്നിട്ട് ആ ഒരു ഹൾക്ക് ബസ്റ്ററിൻ്റെ സ്യൂട്ടും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മോൺസ്റ്ററിനെ തടയാനായിട്ട് അവരെല്ലാവരും കൂടെ ആ മോൺസ്റ്ററിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നുണ്ട് ഇത് ഹാപ്പി ആണോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ടോണി സ്റ്റാർക്ക് പറയുകയാണ് അത് ഹാപ്പി ഒന്നും ആവാനായിട്ട് ചാൻസ് ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നട്ടാശ ആണെങ്കിൽ ആ ഹാപ്പിയുടെ ആ ദേഹത്തോട്ടാണെങ്കിൽ ഇലക്ട്രിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹാപ്പി ആണെങ്കിൽ നട്ടാശ എന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബ്ലാക്ക് വിഡോയ്ക്ക് അഥവാ നട്ടാശ റോമനോഫിന് മനസ്സിലാവുന്നത് അത് നമ്മുടെ ഹാപ്പി ഹോഗനാണ് എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഡാർസി അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുകയാണ് ഇത് ഹാപ്പിയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനുശേഷം ഹാമർ ഇരിക്കുന്ന ആ ഒരു നമ്മുടെ ഒരു ഹൾക്ക് ബസ്റ്ററിൻ്റെ സ്യൂട്ടാണെങ്കിൽ നമ്മുടെ ടോണി ആണെങ്കിൽ ഒറ്റ ഒരു ക്ലിക്കിന് തന്നെ ഡിസ്മാൻറ്റിൽ ചെയ്ത് കളയുകയാണ്. അതിനുശേഷം പർപ്പിൾ ഹൾക്കാണെങ്കിൽ അവിടെ ഇങ്ങനെ അലറുകയാണ്. ആ ഒരു സമയം തന്നെ അതിൻ്റെ ആ ഒരു വേവ് അടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹാമറിൻ്റെ ക്യാരക്ടറാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അവഞ്ചേഴ്സിൻ്റെ ടവറിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ താഴേക്ക് വീണ് മരിക്കുക അവിടെ താഴേക്ക് വീഴാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മുടെ ഹാപ്പി ഹോഗൻ വന്നിട്ട് അഥവാ പർപ്പിൾ ഹൾക്ക് വന്നിട്ട് ഹാമറിൻ്റെ ക്യാരക്ടറിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പോലെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പം ഈ ഒരു എപ്പിസോഡിനകത്ത് വലുതായിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനൊന്നും സാധിച്ചിട്ടില്ല. മെയിനായിട്ടൊരു ഫൺ ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വാട്ട് ഇഫിൻ്റെ സീസൺ 2 എപ്പിസോഡ് 3 ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എപ്പിസോഡ് 4 ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാം. അപ്പോൾ എപ്പിസോഡ് 4 ഇറങ്ങിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എപ്പിസോഡ് 4 ഞാൻ ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിടാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.